Hi, how are you all? I hope all of you are doing very well there and enjoy your learning. Okay, great. So, today we're going to look at an interesting story which is named as EVANS Tries an O Level and which is written by Colin Dexter, an English crime writer actually he was. His full name is Norman Colin Dexter, was an English crime writer and is very popular and famous for a series of novel which is named as Inspector Morse. Okay, അപ്പോൾ ഒരു എന്താ പറയുക ടി വിയിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ ഇൻസ്പെക്ടർ മോഴ്സ് എന്ന് പറഞ്ഞ സീരീസ് ടെലികാസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പം ഒരു അടിപൊളി സ്റ്റോറിയാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത്, ഇവാൻസ് ട്രൈസ് ആൻഡ് ഓ ലെവൽ. സോ നമ്മൾ പതിവ് പോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റോറിയിലേക്ക് കടക്കുന്നേക്കാൾ മുന്നേ 2-3 കാര്യങ്ങൾ പറയാം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഈ ഹെഡിങ്ങിൽ തന്നെ മനസ്സിലായി കാണും ആരാണ് നമ്മളുടെ കഥാപാത്രം, ഐ മീൻ മെയിൻ ക്യാരക്ടർ ഇവാൻസ്. ഹിസ് നെയിം ഈസ് ഇവാൻസ്. നൗ വാട്ട് ഈസ് ഓ ലെവൽ? മേ ബി നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. എന്താണ് ഈ ഓ ലെവൽ എന്ന് പറഞ്ഞാൽ? ഓ ലെവൽ എന്ന് പറഞ്ഞാൽ ഓർഡിനറി ലെവൽ. അതായത് ഇപ്പം ഈ ലാംഗ്വേജ് ആയിക്കോട്ടെ, പിന്നെ മറ്റുള്ള സബ്ജക്റ്റുകൾ, യെസ് എനി സബ്ജക്ട്സ് വാട്ട് എവർ, നമ്മൾ അതിന് ഇപ്പം ഓ ലെവൽ എന്ന് പറഞ്ഞാൽ ഓർഡിനറി ലെവൽ, അതിൻ്റെ ഒരു ബേസിക് ലെവൽ, അതിൻ്റെ ഒരു ഫസ്റ്റ് ലെവൽ, അതിനാണ് ഈ ഓ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ കഥാപാത്രമായ ഇവാൻസ് ഒരു ഓ ലെവൽ എക്സാമിനേഷന് തയ്യാറെടുക്കുകയാണ്. ഓക്കെ, അതിനോട് ചുറ്റുപറ്റിയിട്ടുള്ള അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, അതൊക്കെയാണ് നമ്മൾ ഈ കഥയിലൂടെ അറിയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവാൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അദ്ദേഹം വളരെ മാന്യനായ വളരെ നല്ലൊരു ജയിൽ പുള്ളിയാണ്. ഓക്കെ, ആളൊരു പ്രിസണറാണ്. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, ആൾ വലിയ ഭീകരവാദിയോ വലിയൊരു ഒരു ക്രിമിനലോ ഒന്നുമല്ല, വളരെ വീറ്റി മാൻ, എ ഫണി മാൻ, എ കണ്ണിങ് പ്രിസണർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ആൻഡ് ഓൾസോ മറ്റുള്ളവരെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ക്യാരക്ടറുള്ള, എപ്പോഴും ആൾക്കാരെ പിന്നെ എൻ്റർടൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഇവാൻ എന്ന് പറയുന്ന ജയിൽ തടവുകാരൻ. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടായി, എനിക്ക് കുറച്ച് പഠിക്കണം, എനിക്ക് കുറച്ച് അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ വേണമെന്നൊക്കെ. അങ്ങനെ നമ്മുടെ ഇവാൻ തീരുമാനിച്ചു ഒരു പരീക്ഷ എഴുതി കളയാം, ജർമ്മൻ ഭാഷയിലെ ഒരു ഓ ലെവൽ എക്സാം എഴുതി കളയാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മളുടെ സ്റ്റോറി തുടങ്ങുന്നത്, അപ്പം ജയിൽ തടവുകാരന് നമുക്കറിയാം പിന്നെ ഒരു എക്സാം എഴുതാനൊക്കെ ഉള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. 50% 50-50 കിട്ടിപ്പോയാൽ പോയി. മീൻസ് ഫെസിലിറ്റീസുകൾ ഒരുക്കണം, അതുപോലെ തന്നെ ബോർഡ് ഓഫ് എക്സാമിനേഷന് അതിന് അംഗീകാരം നൽകണം, അല്ലേ? അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഏകദേശം അതൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആൾ എക്സാം തുടങ്ങാൻ പോവാണ്. പക്ഷേ മറ്റ് കഥാപാത്രങ്ങളായ കുറച്ച് പേരുണ്ട്, വഴിയെ നമുക്കവരെ പരിചയപ്പെടാം. അവർക്കൊക്കെ വല്ലാത്തൊരു ടെൻഷനുണ്ട്. എന്താണെന്നറിയാമോ? യെസ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കണ്ണിങ് പ്രിസണറാണ്. ആൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, വേറെ ഒന്നുമല്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് ജയിലിൽ ചാടും. ഓക്കെ, അപ്പോൾ ഈ ജയിലിൽ ചാടുന്ന ഒരു ദുസ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും പേടിയാണ് ഇവനെ. മീൻസ് ഇനി ഈ ജയിൽ തടവുകാർ ജയിൽ ചാടുമ്പോൾ ഓഫീസേഴ്സിനാണല്ലോ ഹെഡ് ഏക്ക്, ഇവൻ ദോ ദേ ആർ വിറ്റി ഫണ്ണി മാൻ, എങ്ങനത്തെ ആളായിക്കോട്ടെ, ബട്ട് അതവർക്ക് വലിയ ഹെഡ് ഏക്ക് തന്നെയാണ്. അപ്പോൾ ഈ എക്സാം നടത്തുമ്പോൾ ഇവർക്ക് വലിയൊരു കോൺഫിഡൻറ്റ് കുറവുണ്ട്, കാരണം ഇനി ഇവനൊരു പണി തരൂ എന്നുള്ള കാര്യമൊക്കെ ആലോചിച്ചിട്ട്. എനി ഹൗ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ നിൽക്കുന്നത്. ഏകദേശം ഇതാണ് നമ്മുടെ സീൻ. നമ്മൾ കഥ തുടങ്ങാൻ പോവുകയാണ്. കഥ തുടങ്ങുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഫോൺ കോളിലൂടെയാണ് കഥ തുടങ്ങുന്നത്. ആരൊക്കെയാണ് കോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എക്സാം ബോർഡിൽ നിന്നുള്ളൊരു സെക്രട്ടറിയും ജയിലിലെ ഗവർണറും ഓഫീസറും തമ്മിലുള്ള കോൺവെർസേഷനിലൂടെയാണ് നമ്മുടെ സ്റ്റോറി തുടങ്ങുന്നത്. ഓക്കെ, സോ കീപ് റെഡി എവറിത്തിങ് വിത്ത് യു. ഇഫ് യു ഹാവ് ടെക്സ്റ്റ് ബുക്ക്, പ്ലീസ് ലുക്ക് അറ്റ് ദി ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ലിസൺ വെൽ. It was in early March when the Secretary of Examinations Board received the call from Oxford prison. It's a slightly unusual request, Governor, but I don't see why we shouldn't try to help. Just one fellow, you see? Okay, so the conversation which begins like that, the governor from the prison, he called to this exam board and he was talking with whom? The Secretary of Examination Board. Okay, ചോദിക്കുകയാണ്, ഇതൊരു അൺയൂഷ്വൽ റിക്വസ്റ്റ് ആണ് ബൈ ദ വേ. പറഞ്ഞു കഴിഞ്ഞു അല്ലേ, ജയിൽ തടവുകാരനൊരു എക്സാമൊക്കെ എഴുതാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനി ഹൗ, ഓക്കെ, നമുക്ക് എന്തുകൊണ്ട് അവനെ സഹായിച്ചുകൂടാ? ലെറ്റ്സ് ട്രൈ. ഓക്കെ, എന്തായാലും ഒരാളല്ലേ ഉള്ളൂ, എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് ചോദിക്കുകയാണ്. യെസ്, അപ്പം നമ്മുടെ ഗവർണർ എന്ത് പറയാണ്? That's it, chap called Evans. Started night classes in all-over German last September. Says he's dead keen to get some sort of academic qualification. Yeah, ഒറ്റൊരാളേ ഉള്ളൂ. Okay, and his name is Evans. Chap means the guy, the person. Got
called EVANS. Started night classes in O-level German last September. Means night class ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ആൾ റെഡി ടു എക്സാം. ആൾക്ക് ഇപ്പോൾ എന്താ അറിയില്ല, ഭയങ്കര ഒരു ഡെഡ്ലി ഇൻട്രസ്റ്റ്, നല്ലൊരു കീൻ ഇൻട്രസ്റ്റ് ഉണ്ട് ഒരു അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷനൊക്കെ നേടണമെന്ന്. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ ടു ഹെൽപ്പ് ഹിം. ഈസ് ഹി എനി ഗുഡ്? അപ്പോൾ നമ്മുടെ സെക്രട്ടറി എന്ത് ചോദിച്ചു, ആര് ബോർഡ് ഓഫ് എക്സാമിനേഷൻ എന്നുള്ള സെക്രട്ടറി ചോദിച്ചു, എന്തെങ്കിലും അറിയോ, ഈസ് ഹി എനി ഗുഡ്? He was the only one in the class, so you can say he's had individual tuition all the time. So only one person അല്ലേ ഉള്ളൂ. അപ്പോൾ ഓഫ് കോഴ്സ് നന്നായിട്ടൊക്കെ ട്യൂഷൻ ക്ലാസ്സൊക്കെ കിട്ടിക്കാണും. Would have cost him a package if he had been outside. Yes, of course. അവനിത് പുറത്തുനിന്ന് പഠിക്കുകയാണെങ്കിൽ അവനക്ക് നല്ലൊരു തുക തന്നെ ആയേനെ. ബട്ട് അവനക്ക് ജയിലിൽ വന്നിട്ടാണ് ക്ലാസ്സൊക്കെ കൊടുത്തിട്ടുണ്ടായത്. Well, let's give him a chance, shall we? That's really kind of you. What exactly is the procedure now? ഓക്കെ, സോ അവർ രണ്ടുപേരും തീരുമാനിച്ചു, ഓക്കെ എന്നാൽ നമുക്കൊരു അവനൊരു ചാൻസ് കൊടുത്തേക്കാം. നമ്മുടെ ഗവർണർ ചോദിച്ചു, ഓക്കെ ഇനി എന്താണ്, വാട്ട് ഇസ് ദ നെക്സ്റ്റ് പ്രൊസീജിയർ, വാട്ട് ഇസ് ദ നെക്സ്റ്റ് ഫോർമാലിറ്റീസ് ഫോർ ദ എക്സാമിനേഷൻ? ഓഹ്, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, ഐ വിൽ ബി സെൻഡിങ് യു ഓൾ ദ ഫോംസ് ആൻഡ് സ്റ്റഫ്. വാട്ട് ഹിസ് നെയിം യു സേ? ഇവാൻസ്? യാ, ചോദിക്കുകയാണ്. ഓ, നോ വറീസ് അബൌട്ട് ഇറ്റ്. Okay, I'll be sending all the equipments, all the things as what you want for the examination. Nothing to worry, I will handle it. Who said this? The secretary said, okay. And the name is Evans, yes. James Roderick Evans. It sounded rather grand. Okay, name. In the parent, the Evans sound. Yes, what is his full name, by the way? James Roderick Evans is his full name. Oh, okay. Just one thing, Governor. He's not a violent sort of fellow, is he? I don't want to know his criminal record or anything like that, but yeah, ഒന്നും കൂടി ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മുടെ സെക്രട്ടറി ചോദിച്ചു, ഒറ്റൊരു കാര്യം, ആൾ അല്ല ക്രിമിനൽ ആണോ എങ്ങനത്തെ ആളാണെന്നോ ചോദിക്കുകയാണ്. അപ്പം എനിക്ക് അവൻ്റെ ഡീറ്റെയിലും റെക്കോർഡൊന്നും അറിയണ്ട, പക്ഷേ എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. No, there's no record of violence. Quite a pleasant sort of chap. They tell me. Bit of card, really. One of the star at the Christmas concert, imitations, you know, the sort of thing Mike Yarwood stuff. No, he's just a congenital kleptomaniac, that's all. The governor was tempted to add something else, but he thought better of it. He'd like after that particular side of things himself. അപ്പോൾ നമ്മുടെ സെക്രട്ടറി ചോദിച്ചു, ആളെങ്ങനെയാണോ, പ്രശ്നക്കാരനാണോ, എന്തെങ്കിലും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി, ജസ്റ്റ് ഫോർ എൻ കൺഫർമേഷൻ. അപ്പോൾ നമ്മുടെ ഗവർണർ എന്ന് പറഞ്ഞു, നോ, നത്തിങ് ടു വറി അബൌട്ട് ഇറ്റ്. അങ്ങനത്തെ ഒരു ക്രിമിനൽ റെക്കോർഡോ ഒന്നുമില്ല. മാത്രമല്ല പ്ലസൻറ്റ് മാനാണ്, ഒരു പ്ലസൻറ്റ് ഗൈ ആണ്. ഓക്കെ, മാത്രമല്ല ഈ ക്രിസ്മസ് കൺസേർട്ടിലൊക്കെ സ്റ്റാറാണ് അവൻ, അത്രയും ഒരു പെർഫോമറാണ്. യെസ്. ദെൻ ഇമിറ്റേഷൻസ്, അവൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഇമിറ്റേഷനൊക്കെയാണ്. എങ്ങനെയുള്ളത്? ഇത് മൈക്ക് യാർഡ്വുഡ് സ്റ്റഫ്. മൈക്ക് യാർഡ്വുഡ് പറഞ്ഞ ഒരു കൊമേഡിയനാണ്, ഫേമസ് കൊമേഡിയനാണ്. അപ്പോൾ ഈ മൈക്ക് യാർഡ്വുഡിനൊക്കെ പോലെ ആൾക്കാർ ഇമിറ്റേറ്റ് ചെയ്യുക, കോമഡിയൊക്കെ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പയ്യനാണ് എന്ന് പറയണം. നോ, പക്ഷെ ഒരൊറ്റ പ്രോബ്ലമേ ഉള്ളൂ. എന്താണ് ആ പ്രോബ്ലം? കൺജനിറ്റൽ ക്ലെപ്റ്റോമാനിയാക്. വാട്ട് ഈസ് ദിസ് ക്ലെപ്റ്റോമാനിയാക്? ക്ലെപ്റ്റോമാനിയാക് എന്ന് പറഞ്ഞ വീട് കേട്ടിട്ടുണ്ടോ? അതായത് ക്ലെപ്റ്റോമാനിയാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളവ് എന്ന് പറയാൻ പറ്റില്ല. കക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കക്കാറുണ്ട് അല്ലേ, പണമായിക്കോട്ടെ വാട്ടെവർ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കക്കാറുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. ചില സാധനങ്ങൾ കാണുമ്പോൾ അത് നമ്മളുടേതാക്കണം എന്നൊരു തോന്നലോടുകൂടി നമ്മളത് എടുക്കും. അതിൻ്റെ ആൾക്കാരോട് ചോദിച്ചിട്ട് നല്ല നൈസായിട്ട് അതങ്ങ് എടുക്കും. ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു സൈക്കിക് പ്രോബ്ലത്തിനെയാണ് ഈ ക്ലെപ്റ്റോമാനിയാക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു അടിപൊളി എക്സാമ്പിൾ ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്ന് പറയാം. പഞ്ചവർണ്ണത്തത്ത എന്ന് പറഞ്ഞൊരു മൂവിയില്ലേ, അങ്ങനെ തന്നെയല്ല മൂവിൻ്റെ പേര്, മറ്റേ ജയറാം അഭിനയിച്ചിട്ടില്ല. അതിൽ അതിൽ ലേഡി ഉണ്ടല്ലോ, അതിലത്തെ ഹീറോയിൻ, അവർക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പ്രോബ്ലം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സിനിമ കണ്ടവർക്കറിയാം. ആൾ ഇതുപോലെ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ തത്തേനൊക്കെ ഇതുപോലെ അടിച്ചു മാറ്റുന്നുണ്ട്. അവർക്കത് കിട്ടിയിട്ട് പ്രത്യേകിച്ച് ആവശ്യമായിട്ടില്ല. പക്ഷേ ചിലവർക്ക് ചില സാധനങ്ങൾ കാണുമ്പോൾ നൈസായിട്ട് മറ്റോട് അതിൻ്റെ ഉടമസ്ഥരോട് ചോദിക്കാതെ എടുക്കുന്നൊരു പരിപാടിയുണ്ട്. ഇതിനെയാണ് ഈ ക്ലെപ്റ്റോമാനിയാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൺജനിറ്റൽ ക്ലെപ്റ്റോമാനിയാക്ക് എന്ന് പറയുമ്പോൾ ഇൻബോൺ ആയിട്ടുള്ള ഒരു ചെറിയൊരു സ്വഭാവത്തിൻ്റെ ഒരു പിശക്, അങ്ങനെ ഒറ്റ പ്രോബ്ലം ഉള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും ആൾ എക്സ്ട്രാ ഡീസൻ്റ് ആണെന്ന് പറയണം. കൂടുതലൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒക്കെ വേണ്ടാന്ന് വെച്ചു. ഇത്രയും പറഞ്ഞവിടെ നിർത്തി. Presumably, said the secretary, you can arrange a room where, okay, അപ്പോൾ പറയണം, okay, it's fine, okay, we can help him, but where are you going to arrange the room for examination? ചോദിക്കുകയാണ് നമ്മുടെ സെക്രട്ടറി. No problem, he is in a cell his own. If you have no objections, he can sit the exam in there. That's fine.
and we could easily get one of the parsons from St Mary Max to invigilate. അപ്പോൾ റൂമിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഓപ്ഷനൊന്നും ഇല്ലെങ്കിൽ അവൻ്റെ സെല്ലിൽ തന്നെ നമുക്ക് ഒരു ചെറിയൊരു സെറ്റപ്പൊക്കെ ചെയ്യാം എക്സാമിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞപ്പോൾ ഇറ്റ്സ് ഫൈൻ, മോർ ദാൻ ഇനഫ്. മാത്രമല്ല ഒരു ഇൻവിജിലേറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാഴ്സനെ, ഒരു സെൻറ്റ് മേരീസ് മാക്സിലെ ഒരു പള്ളി അവിടുത്തെ ചർച്ചിലെ ഒരു പാഴ്സൺ മീൻസ് ഒരു പുരോഹിതൻ, ഓക്കെ, ഒരു ചർച്ച് മാൻ, അതിന് നമുക്ക് അറേഞ്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഫൈൻ, യെസ്, ദേ സീം ടു ഹാവ് എ ലോട്ട് ഓഫ് പാഴ്സൺസ് ദെയർ, ഡോണ്ട് ദേ? Okay. The two men chuckled good naturally. Then the secretary had a final thought. At least there is one thing. You shouldn't have much trouble keeping him incommunicado, should you? അപ്പോൾ ഓക്കെ, പാഴ്സൺ ആയിക്കോട്ടെ. അവർ ജസ്റ്റ് ഒരു തമാശയൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഇഷ്ടംപോലെ പാഴ്സൺസ് ഉണ്ടല്ലോ, മീൻസ് ഇഷ്ടംപോലെ ചർച്ച്മെൻ ഉണ്ട്, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ എന്നുള്ള ഇതിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തമാശയൊക്കെ പറഞ്ഞു, ചിരിച്ചു. എന്നിട്ട് ഒറ്റ കാര്യം പറഞ്ഞ് ലാസ്റ്റായിട്ട്, നമുക്ക് അവനെ ഇൻകമ്മ്യൂണിക്കാഡോ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റിയാൽ. ഇൻകമ്മ്യൂണിക്കാഡോ, വാട്ട്സ് ദാറ്റ്? ഇൻകമ്മ്യൂണിക്കാഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അനുവാദം ബ്രേക്ക് ചെയ്യുക. ആ ഒരു സ്റ്റേറ്റിൽ നമ്മൾ ആൾക്കാരെ ഇരുത്താറുണ്ട്, പ്രത്യേകിച്ച് ഇതുപോലത്തെ ജയിൽ പുള്ളികളെ ഒക്കെ. അതിനാണ് ഇൻകമ്മ്യൂണിക്കാഡോ എന്ന് പറയുന്നത്. അങ്ങനെ ആക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് വളരെ ഈസി ആകാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. കാരണം ഓഫ് സേഫ്റ്റി ഫസ്റ്റ്. The governor chuckled politely once more. Then they slowly cradled the phone. Okay. So അങ്ങനെയൊക്കെ പറഞ്ഞ് അവരതൊക്കെ സെറ്റാക്കി. കോൺവെർസേഷൻ ഇസ് ഡൺ നൗ. ഓക്കെ, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു, എക്സാമിന് ഓക്കെ ആക്കി, റെഡിയാണ്. അവന് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറച്ച് കൊടുക്കുക, മാറ്റി നിർത്തുക. അതുപോലെ തന്നെ പിന്നെ അവൻ്റെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല, ആളൊരു പ്ലസൻറ്റ്, വിറ്റി, കണ്ണിങ് മാനാണ്, എല്ലാവർക്കും ഫണ്ണി ആയിട്ട് എൻ്റർടൈൻ ചെയ്യുന്ന ഒരു മാനാണ്. അപ്പോൾ ഓൾ ഗുഡ് സോ ഫാർ, നത്തിങ് ടു വറി. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സാം നടത്താനുള്ള സമ്മതം കിട്ടിക്കഴിഞ്ഞു. They are ready for the examination. Now, EVANS the break, as the prisoner officer called him. Thrice he had escaped from the prison, and but for the recent wave of unrest in the maximum security establishments up north, he wouldn't now be grazing the governor's premises in Oxford. Okay, so നമ്മുടെ ഇവാനെ വിളിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇവാൻസ് ദ ബ്രേക്ക്. വൈ ദേ കോൾ ഹിം ആസ് ഇവാൻസ് ദ ബ്രേക്ക്? ബിക്കോസ് ദിസ് ഗൈ, ഐ ഓൾറെഡി ടോൾഡ് യു, ദിസ് ഗൈസ് ഹാസ് ദിസ് പ്രോബ്ലം. വാട്ട്സ് ദ പ്രോബ്ലം? യെസ്, ബിസൈഡ്സ് ദിസ് ക്ലെപ്റ്റോമാനിയാക്ക്, അതിന് പുറം വേറൊരു പ്രോബ്ലം ഉണ്ട്. എന്താണ്? യെസ്, ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ ചാടുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ 3 തവണ ചാടി കഴിഞ്ഞു. സോ അതുകൊണ്ട് തന്നെ അവനക്കൊരു പേര് വന്നിട്ടുണ്ട്, ഇവാൻസ് ദ ബ്രേക്ക്. ഓക്കെ, ഇനി അതുകൊണ്ട് തന്നെ ഇവപ്പോൾ ഹൈ സെക്യൂരിറ്റിയിലാണ്. അപ്പോൾ നല്ല ഹൈ സെക്യൂരിറ്റി ഒക്കെ ആർക്കാണ് ഉണ്ടാവുക? അത് നല്ല ഭീകരമായിട്ടുള്ള ക്രിമിനൽസിനൊക്കെയാണ് അത്രയും വലിയ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പക്ഷേ നമ്മുടെ ഇവാനും ഭയങ്കര സെക്യൂരിറ്റിയാണ് ജയിലിൽ, ഓൺലി ബിക്കോസ് ഓഫ് ദിസ് പ്രോബ്ലം. എന്താ? ജയിൽ ചാടുന്ന പ്രോബ്ലം കൊണ്ട് മാത്രമല്ല. അപ്പോൾ അങ്ങനെ ആൾ ഇനി ഒരിക്കലും ഒരു ഡിസ്ഗ്രേസ് അല്ലെങ്കിൽ ഈ ഗവർണർക്ക് പിന്നെ ജയിലിലെ ഓഫീസേഴ്സിന് ഒരു പേരുദോഷം ഉണ്ടാക്കരുതെന്ന് കരുതി കൊണ്ട് തന്നെ അവരും full security arranged ചെയ്തിരിക്കുകയാണ്. The governor was going to make absolutely certain that he wouldn't be disgracing them, not that Evans was a real burden, just a persistent nagging presence. യെസ്, ഇനിയൊരു ഡിസ്ഗ്രേസ് മീൻസ് എന്താ? ഡിസോണർ. ഇവർ ജയിൽ ചാടുന്നോളും ഇവർക്കാണല്ലോ എൻ്റെ പേര് ദോഷം. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് തന്നെ അവർ ഫുൾ മാക്സിമം അവർക്ക് പറ്റുന്ന പോലത്തെ സെക്യൂരിറ്റി ഒക്കെ ഇവരും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി മാത്രമല്ല ഗവർണർക്ക് ഇവനെ ഒന്ന് പേഴ്സണലായിട്ട് വാച്ച് ചെയ്യും കൂടി വേണം. കാരണം ഇവനെ ആക്ച്വലി ഇവൻ്റെ പരിപാടി എന്താണെന്ന് ഓഫ് കോഴ്സ് ഒരു സംശയം ഉണ്ടാവുമല്ലോ, 2-3 ജയിലിൽ ചാടിയ ആളായതുകൊണ്ട്. മറ്റൊന്നും കൊണ്ടുമല്ല, ഹീസ് ജസ്റ്റ് എ പേഴ്സിസ്റ്റന്റ് നാഗിങ് പ്രസൻസ് എന്നാണ് പറഞ്ഞത്. വലിയൊരു ബേർഡനായിട്ടല്ല ഇവർക്ക് ഇവാൻ ഇത്രയും സെക്യൂരിറ്റി ഒക്കെ കൊടുക്കുന്നത്. പക്ഷേ ഓൾവേസ് ഒരു ശല്യമാണ്. ഓക്കെ, നാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഇറിറ്റേഷനാണ് ഇവരങ്ങനെ കാണുന്നത്. ഓക്കെ, ബിക്കോസ് വൈ ഓൾവേസ് ഗിവിങ് ദിസ് കൈൻഡ് ഓഫ് ഹെഡ് ഏക്സ്, ദാറ്റ്സ് വൈ. ഓക്കെ, he'd be all right in Oxford though. The governor would see to it personally. യെസ്, എന്തുകൊണ്ടാണ്? ഉറപ്പ് വരുത്തണം പേഴ്സണലി. ഇവന് പഠിക്കാൻ ഇൻട്രസ്റ്റ് തന്നെയാണോ അതോ ഇനി ഇവൻ്റെ വേറെ വല്ല പ്ലാൻ ആണോ എന്നൊക്കെ ഉറപ്പ് വരുത്തണമല്ലോ. Okay, now, and besides, there was just a possibility that Evans was genuinely interested in O-level German. Just a slight possibility, just a very slight possibility. എല്ലാവർക്കും അറിയാം ഇവനെ ഇത്രകാലം അറിഞ്ഞിടത്തോളം എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. പെട്ടെന്ന് അങ്ങനെ ഒരു ഉൾവിളി എന്താ വന്നത്? പക്ഷേ ഇറ്റ്സ് ഹീസ് റൈസ് ടു ഗെറ്റ് an academical qualification. That's why also they are ready to help them. Just a slight possibility, just a very slight possibility. At 8:30 p.m. on Monday,
7 June, Evan's German teacher shook him by the hand in the heavily guarded recreational block just across from D wing. Okay, ini next day 8 p.m. 8 p.m. next day la at 8 p.m. Monday 7 June la മറ്റേ ഇവൻ്റെ ടീച്ചർ വന്നു, പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചർ വന്നു, ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്തു. ഇനി ഗുട്ടൻ ഗ്ലക്ക് ഹെർ ഇവൻസ്. പാടൻ, വാട്ട്സ് ദാറ്റ്? എന്തോ പറഞ്ഞല്ലോ, പാടൻ മീൻസ് അറിയില്ലേ, നമ്മൾ പറയുകയാണ്, മനസ്സിലായില്ല. I said good luck for tomorrow. Oh, thanks sir, I mean danke sanction. Danke sanction means again German. ഈ ഗുട്ടൻ ഗ്ലക്ക് എന്ന് പറയുന്നതും ജർമ്മനിൽ നമ്മൾ ഗുഡ് ലക്ക് എന്ന് പറയുന്നത്. ഡാങ്കി സാങ്ഷൻ എന്ന് പറഞ്ഞാൽ താങ്ക് യു ഫോർ യുവർ കൈൻഡ്നെസ് എന്നൊക്കെ പറയില്ല, അതാണ് ജർമ്മനിൽ. യു ഹാവിൻ ദ ക്യാറ്റ് ആൻഡ് ഹാസ് ചാൻസ് ഓഫ് ഗെറ്റിംഗ് ത്രൂ, ഓഫ് കോഴ്സ്. ബട്ട് ആൾ പറയാണ്, ആര്, നമ്മുടെ ടീച്ചർ പറയാണ്, അറ്റ്ലീസ്റ്റ് ഒരു ഗുഡ് ലക്ക് വിഷ് ചെയ്തിട്ട് പോലും അയാൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ പറയാണ് യു ഹാവ് ഇൻ ദ ക്യാറ്റ് ആൻഡ് ഹെൽത്ത് ചാൻസ്, ദാറ്റ് മീൻസ് യു ഹാവ് 0 ചാൻസ് ഫോർ പാസിങ് ത്രൂ ദ എക്സാം. ഓക്കെ, നിനക്ക് ഈ എക്സാം പാസ്സാവുന്നില്ല, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, 0 ചാൻസ്. ദാറ്റ് ഇസ് ഹാവിൻ്റെ, ഇതൊരു എക്സ്പ്രഷനാണ് അങ്ങനെ പറഞ്ഞാൽ. എ ക്യാറ്റ് ആൻഡ് ഹെൽത്ത് ചാൻസ് മീൻസ് 0 എക്സ്പെക്റ്റേഷൻ. നമ്മൾ ആ ഒരു 0 എക്സ്പെക്റ്റേഷൻ, ഒരു ഇമ്പോസിബിളായ കാര്യം, അതിനെ കാണിക്കാനാണ് അങ്ങനെ ഒരു എക്സ്പ്രഷൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക. ഐ മേ സർപ്രൈസ് എവറിബഡി സെഡ് ഇവാൻസ്. ഓക്കെ, ബട്ട് ഐ മേ സർപ്രൈസ് എവറിബഡി. നോക്കിക്കോ, നിങ്ങളൊക്കെ അങ്ങനെയല്ലേ വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ ഐ എം ഗോണ മേക്ക് എ സർപ്രൈസ് ഫോർ യു ഗൈസ്. 8:30 the following morning, Evans had a visitor. 2 visitors, in fact. He tucked his grubby string vest into his equally grubby trousers and stood up from his bunk, smiling cheerfully. Morning, Mr. Jackson. This is indeed an honor. Okay, അപ്പോൾ നെക്സ്റ്റ് മോർണിംഗ് മൂപ്പർക്ക് 2 വിസിറ്റർ ഉണ്ട് ആക്ച്വലി. ഒന്ന് മിസ്റ്റർ ജാക്സൺ. അപ്പോൾ നമ്മളിപ്പോൾ മൊത്തം എത്ര പേര് പരിചയപ്പെട്ടു? ഇവാൻസ് ഓഫ് കോഴ്സ് നമുക്കറിയാം, നമ്മുടെ ക്യാരക്ടറും. ദെൻ സെക്രട്ടറി, ദെൻ ദ ഗവർണർ. നൗ ദ fourth one is മിസ്റ്റർ ജാക്സൺ. ആരാണ് മിസ്റ്റർ ജാക്സൺ എന്ന് നോക്കാം. മിസ്റ്റർ ജാക്സണും കൂടെ ഒരാളും കൂടിയുണ്ട്, വരികയാണ് നമ്മളുടെ ആരെ കാണാൻ, ഇവനെ കാണാം. അപ്പോൾ ഇവൻ്റെ ഒരു അപ്പത്തെ ഒരു രൂപമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഗ്രബി സ്ട്രിങ് വെസ്റ്റ് ഇൻ ടു ഹിസ് ഈക്വലി ഗ്രബി. ഓക്കെ, ഹി ടക്ഡ് മീൻസ് ഹി പിന്നെ കെടുക്കായിരുന്നല്ലോ, മോർണിംഗ് അല്ലേ, അപ്പോൾ അവൻ്റെ ട്രൗസർ ഒക്കെ ഗ്രബിയാണ്. ഗ്രബി മീൻസ് ഡേർട്ടി. ഓക്കെ, വെസ്റ്റ് ആയിക്കോട്ടെ, വെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊരു കോട്ട് പോലെ സംഭവം. അപ്പോൾ അവൻ്റെ ഷർട്ടും ട്രൗസേഴ്സൊക്കെ എന്താ പറയുക, ഡേർട്ടിയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി പ്രോപ്പറാക്കിയിട്ട് ആളുടെ ബങ്ക് ബെഡ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു ബെഡില്ലേ നമ്മൾ കിടക്കണം. അപ്പോൾ ബങ്ക് ബെഡ് എന്നൊക്കെ എഴുന്നേറ്റ് ചെറിയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, മോർണിംഗ് മിസ്റ്റർ ജാക്സൺ, ദാറ്റ്സ് ഇൻഡീഡ് എൻ ഓണർ. ഓ, വെരി ഗുഡ് മോർണിംഗ്. വളരെ അതിശയമായിരിക്കുന്നില്ല. ഐ റിയലി ഫീൽ ഓണേർഡ്. Okay, indeed, it's an indeed honor, you came here to visit me. പറയുന്നു. Jackson was the senior prison officer on D wing, and he and Evans had already become warm enemies. Yes. So ആരാണ് ജാക്സൺ? മുന്നത്തെ ഒരു പ്രിസണർ ഓഫീസറായിരുന്നു ഡി വിങ്ങിലെ. മാത്രമല്ല ഇവർ തമ്മിൽ നല്ല ടേംസാണ്. ആദ്യമേ തന്നെ അവർ തമ്മിൽ നല്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ നല്ല എനിമിയാണ്. അറ്റ് ജാക്സൺ സൈഡ് സ്റ്റുഡ് ഓഫീസർ സ്റ്റീഫൻ. The 5th one, Stephen, another officer. Jackson was the previous officer. Now, Stephen, a burly, surely looking man, only recently recruited to the profession. Okay, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടില്ല. ആരാണുള്ളത്? സ്റ്റീഫൻ ഉണ്ട്. എ ബേർലി ഷേർലി ലുക്കിംഗ് മീൻസ് ഒരു എന്താ പറയുക, ആളൊരു സ്ട്രോങ് മാനാണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാൻ. ഓക്കെ, ദെൻ ജാക്സൺ നോഡഡ് കർട്ട്ലി. അപ്പോൾ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ നമ്മളിങ്ങനെ തലയാട്ടില്ലേ, അങ്ങനെ ഒരു ബ്രീഫായിട്ടൊന്ന് നോഡഡ്, തലയാട്ടി. ആൻഡ് ഹൗസ് അവർ ലിറ്റിൽ ഐൻസ്റ്റീൻ ദിസ് മോർണിംഗ് ദെൻ. ഓക്കെ, ഓ ഹൗ ആർ യു മിസ്റ്റർ ഐൻസ്റ്റീൻ. എങ്ങനെ പറഞ്ഞിട്ട് അവനെ കളിയാക്കുന്നത്? മിസ്റ്റർ ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞിട്ട് ഹീസ് മേക്കിംഗ് ഫൺ ഓഫ് ഹിം. ഇവൻസ് വിട്ടുകൊടുത്തൊന്നുമില്ല. Wasn't the mathematician Mr. Jackson? I think I was a Jew, Mr. Jackson. Yes, Einstein ഒരു മാത്തമാറ്റീഷ്യൻ ഒന്നായിരുന്നില്ല. ആൻഡ് ഓൾസോ ഐ തിങ്ക് ഹി വാസ് എ Jew. ഇവന് വിട്ടുകൊടുക്കില്ല, ഒപ്പത്തിനൊപ്പം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് അത് എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? മാത്തമാറ്റീഷ്യൻ അറിയാലോ. അപ്പോൾ നമ്മുടെ ഇവാൻസിന് പ്ലാൻസുകളുണ്ട്, കണക്കുകൂട്ടലുകളുണ്ട്, അത് നമ്മൾ വഴിയേ അറിയും. Evans' face was unshaven and he wore filthy-looking red and white bobbled hat upon his head. Give me a chance, Mr. Jackson. I was just going to shave when you bust in. Okay. അപ്പോൾ ഇയാൾ പറയുകയാണ്, എനിക്ക് ഞാനൊന്ന് ഷേവ് ചെയ്തിട്ട് വരാം, ഞാൻ ഷേവ് ചെയ്യാൻ പോവുമായിരുന്നു, അപ്പോഴാണ് നിങ്ങൾ കിടന്ന് വന്നതെന്നൊക്കെ പറയാണ്.
Which reminds me, Jackson turned his eyes on Stephen's. Okay, ഇതിന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജാക്സൺ സ്റ്റീഫൻ്റെ നേരെ തിരിഞ്ഞിട്ട് എന്നൊരു കാര്യം ഓർമ്മിപ്പിച്ചു. എന്താണത്? Make sure you take his razor out of the cell when he is finished scraping that ugly mug of his. Clear? One of these days, he will do us all a favor and cut his bloody throat. എപ്പോഴും ഹീസ് മേക്കിംഗ് ഫൺ, അല്ലെങ്കിൽ കളിയാക്കണം, പരിഹസിക്കണം. ഓക്കെ, നീ എന്നെ ഒരു കാര്യം, ഇപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എന്താ അത്? യെസ്, ഇവൻ്റെ ഈ ഷേവിങ് കഴിഞ്ഞതിന് ശേഷം ഈ റൈസറും കംപ്ലീറ്റ് കാര്യങ്ങളും ഇവൻ്റെ സെല്ലിൽ നിന്ന് ഒഴിവാക്കണം, അല്ലെങ്കിൽ ഇവൻ നമുക്കെല്ലാവർക്കും കൂടി വലിയൊരു ഉപകാരം ചെയ്ത് കളയും. എന്താണത്? യെസ്, ഹി വിൽ കട്ട് ഹിസ് ബ്ലഡി ത്രോട്ട്. ആൻഡ് ഹിയർ സ്ക്രാപ്പിംഗ് ഹിയർ മീൻസ് ഷേവിങ്. ഷേവിങ് അഗ്ലി മഗ് ഓഫ് ഹിസ് മീൻസ് അവനെ പരിഹസിച്ചുകൊണ്ട് പറയണം. അവൻ്റെ ആ ഒരു ugly mug face, ugly face clear ചെയ്തതിന് ശേഷം. Okay, now for a few seconds Evans looked thoughtfully at the man standing ramrod straight in front of him. A string of Second World War medals proudly paraded over his left breast pocket. Mr. Jackson, was it you who took my nail scissors away? Evans had always worried about his hands. അപ്പോഴാണ് ഇവൻസ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നോക്കുകയാണ്. മൂപ്പരാളെന്ന് വെച്ചെങ്കിൽ അവൻ്റെ യൂണിഫോമിനൊക്കെയാണ് അവിടെ പറയുന്നത്, എല്ലാ മെഡൽസും കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ പറയുന്നത്. എൻ്റെ ഈ നെയിൽ സിസേഴ്സൊക്കെ എടുത്തുകൊണ്ട് പോയത് അപ്പോൾ നിങ്ങളാണല്ലേ പറയാണ്. ഇവൻ വളരെ കോൺഷ്യസ് ആണ് അബൌട്ട് ഹിസ് ഹാൻഡ്സ് ഓൾവേസ്. ആൻഡ് യുവർ നെയിൽ ഫയൽ ടു. ഓക്കെ, നെയിൽ സിസേഴ്സ് മാത്രമല്ല, നെയിൽ ഫയലും ഞാൻ തന്നെ. നെയിൽ ഫയൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെയിൽ ഷേപ്പ് ചെയ്യുന്ന ക്ലിയർ ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ, ടൂൾസുകൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ നെയിൽ ഫയൽ മൊത്തം ഞാൻ തന്നെ എടുത്തുകൊണ്ടായത്. ലുക്ക്. For a moment, Evan's eyes smoldered dangerously, but Jackson was ready for him. Order of the Governor, Evans. He leaned forward and leered, his voice dropping to harsh, contemptuous whisper. You want to complain? ഞാനെടുക്കും, ഇത് ഗവർണറുടെ ഓർഡറാണ്. ഇഫ് യു ഹാവ് എനി പ്രോബ്ലം പ്ലീസ് ഡു കംപ്ലെയിൻ അഗെയിൻസ്റ്റ് മീ. അപ്പോൾ ജാക്സൺ റെഡി ആയിക്കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇവനായിട്ട് ഒന്ന് മുട്ടാൻ വേണ്ടിയിട്ട്. Evans shrugged his shoulder lightly. The crisis was over. He is not ready to go for a complaint. He know by himself, you know. Yes, he know very well. Nobody gonna support him. So the problem solved there. You have got half an hour to smarten yourself up, Evans, and take that bloody hat off. Me? At? Oh, Evans put his right hand lovingly on top of the filthy woolen and smiled sadly. Do you know, Mr. Jackson, it's the only thing that's ever brought me any sort of luck in my life. Kind of lucky charm, if you know what I mean. And today I thought, well, with me exam and all that. So, kind of request. പറയാണ്, നിൻ്റെ ആ എന്താ പറയുക ഡേർട്ടി ആയിട്ടുള്ള ഹാൻഡ് മാറ്റിക്കളയണം, അതൊന്നും ഇവിടെ വേണ്ട. അപ്പോൾ എനിക്ക് ഹാറ്റ് എൻ്റെ ലക്കി ചാമാണ്. ഓക്കെ, അവൻ പറയണം എൻ്റെ ലൈഫിൽ എനിക്ക് എന്തെങ്കിലും ഭാഗ്യം കൊടുന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ ഹാറ്റാണ്, അതുകൊണ്ട് ഐ നീഡ് ദിസ് ഹാറ്റ്, എൻ്റെ എക്സാം ഒക്കെ അല്ലേ എന്നുള്ളൊരു ഒരു 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 അപേക്ഷ രൂപേണ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ബറീഡ് സംവേർ ഇൻ ജാക്സൺ വാസ് എ ടൈനി കോർ ഓഫ് കമ്പാഷൻ ആൻഡ് ഇവൻസ് ന്യൂ ഇറ്റ്. അപ്പോൾ ഇവൻസ് ഒന്ന് കളിച്ചതാണ്, ഇവൻസിന് അറിയാം ഇവൻ്റെ ഈ ജാക്സൺ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എവിടെയൊക്കെയോ ചെറിയൊരു കമ്പാഷൻ്റെ ഒരു ചെറിയൊരു തുണ്ട് കിടപ്പുണ്ട് ഇവൻ്റെ ഉള്ളിലെന്ന്. അപ്പോൾ അവിടെ മൂപ്പരാളൊന്ന് കളിച്ച് നോക്കിയതാണ്. അപ്പോൾ അവനത് അനുവദിക്കുകയെന്ന് വെച്ചാൽ അവൻ്റെ ലക്കി ചാം അവനെ കൂടെ വെക്കാമല്ലോ, എക്സാമൊക്കെ അല്ലേ. ജസ്റ്റ് ദിസ് വൺസ്, then surely Turnbull. If there was one thing that Jackson genuinely loathed about Evans, it was long, wavy hair and get shaving. Okay, just keep this one. Shirley Turnbull is a lady, so an actress ആയി. അപ്പം ഇവനെ കുറിച്ച് ലോങ് ഹെയർ ഒക്കെ ഉണ്ട്, അപ്പോൾ ഇവനെ അങ്ങനെ കളിയാക്കി വിളിക്കുകയാണ്. ഓക്കെ, then go and shave yourself. At 8:45 the same morning, the Reverend Stuart McLeery left his bachelor flat in Broad Street and stepped out briskly towards Carfax. The weatherman reported the temperatures considerably below the normal for early June, and a long black overcoat and a shallow crowned clerical hat provided welcome protection from the streaky drizzle which had set in half an hour earlier and which now
spattered the thick lens of his spectacles. അപ്പോൾ ഏർലി മോർണിംഗ് ആണ്, ആൾ ഇറങ്ങി. വെദർ ടെമ്പറേച്ചർ ഇങ്ങനെ കൺസിഡറബിളി ബിലോ ആണ്, ദാറ്റ് മീൻസ് മിസ്റ്റി ആണ്. അതുകൊണ്ട് തന്നെ സ്പെക്ടക്കിൾസൊക്കെ കവേർഡ് ആണ് ബൈ ദ മിസ്റ്റ് ആൻഡ് ഓൾ. അപ്പോൾ അവിടുത്തെ ആ സ്ട്രീറ്റിലെ നമ്മുടെ ആ ഒരു സറൗണ്ടിങ്സ് ഒക്കെ പറയുകയാണ്. അപ്പോൾ ആൾ അവിടുന്ന് പുറപ്പെട്ടു എന്നാണ് ചുരുക്കി പറയുകയാണെങ്കിൽ പറയുന്നത്. രാവിലെ തന്നെ ഇറങ്ങി. ഇൻ ഹിസ് റൈറ്റ് ഹാൻഡ് he was carrying a small brown suitcase which contained all that he would need for his morning duties, including a sealed caution paper envelope, a yellow invigilation form, a special authentication card from the examination board, a paper nif, a Bible. He was to speak to the Women's Guild that afternoon on the Book of Truth, and a current copy of the Church Times. So what was his belongings with this churchman? എന്തൊക്കെയോ സംഭവങ്ങൾ കൂടെ കരുതിയിട്ടുണ്ടല്ലോ. ഒരു ബ്രീഫ് കേസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പേപ്പർ എൻവെലപ്പ്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എൻവെലപ്പ് ഉണ്ട്, ഒരു യെല്ലോ ഇൻവിജിലേഷൻ ഫോം ഉണ്ട്, അപ്പോൾ ഒരു ID കാർഡ്, ഓതൻറ്റിക്കേഷൻ കാർഡ് ഉണ്ട്, അതുപോലെ ഒരു ബൈബിളുണ്ട്, കോപ്പി ഓഫ് ചർച്ച് ടൈം അവരുടെ പിന്നെ ചർച്ചിലെ ടൈമിൻ്റെ ഒരു കോപ്പിയെല്ലാം ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ പ്രിസ്റ്റ്മാൻ എങ്ങോട്ട് വരുന്നത്? ഇവാൻസിൻ്റെ അടുത്തേക്ക് വരുന്നത്. എന്തിനു വരുന്നത്? ഇൻവിജിലേറ്റ്. ഹീസ് ആൻ ഇൻവിജിലേറ്റർ. ഹി വാസ് ദ ഇൻവിജിലേറ്റർ ഫോർ ദ എക്സാം. യെസ്. നൗ the 2-hour examination was scheduled to start at 9:15 a.m. Evans was lathering his face vigorously when Stephens brought in two small square tables and set them opposite each other in the narrow space between the bunk on the one side and on the other a distempered stone wall. Next, Stephens brought in 2 hard chairs, the slightly less battered of which he placed in front of the table which stood nearer the cell door. So, ഇവർ സ്റ്റീഫനും ജാക്സണും കൂടിയിട്ട് മേശയും കസാരൊക്കെ ഇടുന്നു, 2 ടേബിൾ ഇടുന്നു. അതായത് എക്സാമിനുള്ള ആ ഒരു പ്രിപ്പറേഷൻസൊക്കെ റൂമിൽ നമ്മുടെ ഇവാൻസിൻ്റെ സെല്ലിൻ്റെ ഉള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കാണുമ്പോൾ തന്നെ ഇവന് വാട്ട്സ് ദിസ് ഗൈസ് ആർ ഡൂയിങ് ഹിയർ, നോ he don't have an idea like the exam is going to be conducted in his own room, in his own cell. Okay, and Jackson put in a brief final appearance. Behave yourself, lady. ഓക്കെ, അപ്പോൾ ഇവൻ്റെ ആ ഒരു ലാത്തറിങ് ഹിസ് ഫേസ് വിഗ്രസ്ലി വെൻ സ്റ്റീവ്. ഓക്കെ, ഇവൻസിൻ്റെ ഫേസൊക്കെ ആകെ മാറി. എന്താ അവർ കാണിക്കുന്നത്? ഇവനക്കൊരു ഇഷ്ടക്കേട് അവൻ പ്രകടിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ജാക്സൺ പറയുന്നത് ബിഹേവ് യുവർ സെൽഫ് ലേഡി. ലേഡി മീൻസ് ഇവാൻസിനെ തന്നെയാണ് വിളിക്കുന്നത് ലേഡി എന്ന്, ബിക്കോസ് ഇവാൻസ് എന്നെ കളിയൊക്കെ വിളിക്കുകയാണ് ലേഡി. മുന്നേ പറഞ്ഞല്ലോ ഷേർലി ടെമ്പിൾ എന്നൊക്കെ ഇടയ്ക്ക് വിളിക്കാറുണ്ടെന്ന്. ആൻഡ് ദീസ് ജാക്സൺ പോയിൻറ്റഡ് ടു പിൻ-അപ്സ് ഓഫ്. Evans turned and nodded again. I was going to take him down away. A minister isn't the chap coming to sit in, okay, ഞാൻ എടുക്കാൻ പോകത്തിൻ്റെ ഇതെല്ലാം എനിക്കറിയാം, ഒരു മിനിസ്റ്ററാണ് ഇങ്ങോട്ട് ഇൻവിജിലേറ്ററായിട്ട് വരുന്നത് എന്നൊക്കെ പറയണേ. And how did you know that? asked Jackson quietly. Well, I had to sign some forms, didn't I? And I couldn't help. Okay, എനിക്ക് എന്തൊക്കെ ഫോമൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ മേ ബി he knows that a person is coming to invigilate him from outside. Evans drew the razor carefully down his left cheek and left a neat swath in the white leather. Can I ask you something, Mr. Jackson? Why did they have to bug me in the cell? He nodded his head vaguely to a point above the door. Not a very neat job, conceded Jackson. They are not. They don't honestly think I'm going to try to. They are talking no chances, Evans. Nobody in his sense would take any chance with you. അപ്പം നമ്മളുടെ ഇവാൻസ് ചോദിക്കുകയാണ് ജാക്സണോട്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാണ് ഇവരെല്ലാവരും കൂടി സെല്ലിൽ, വൈ യു ദേ ബഗിങ് മീ ഇൻ ദ സെല്ല, വൈ യു ഗൈസ് നോട്ട് ടേക്കിംഗ് മീ ഔട്ട് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ജാക്സൺ പറയാണ് നോട്ട് എ വെരി നീറ്റ് ജോബ്. ഓക്കെ, ആക്ച്വലി ഇറ്റ്സ് നോട്ട് യുവർ ജോബ് ടു ആസ്ക്, ഇറ്റ്സ് അവരുടെ ടേൺ ആണല്ലോ, അവരാണത് തീരുമാനിക്കുക എവിടെ വെക്കണം എക്സാം എന്താണെന്നൊക്കെ. എനി ഹൗ ദേ ആർ ടേക്കിംഗ് നോ ചാൻസ് ഇവൻസ്. ഇനിയൊരു ചാൻസ്
അവരെടുക്കാനില്ല, ഒരു റിസ്ക് എടുക്കാൻ അവർ തീരുമാനിക്കുന്നില്ല. അതുകൊണ്ട് നിന്നെ സെല്ലിൽ നിന്ന് പുറത്ത് ഇറക്കാനുള്ള പരിപാടിയില്ല, ഇതിനകത്ത് വെച്ചിട്ട് തന്നെയാണ് എക്സാം നടക്കണം. ബിക്കോസ് ദേ ആർ നോട്ട് ഗോയിങ് ടു ടേക്ക് എ ചാൻസ് അഗെയിൻ. ഓക്കെ, അപ്പോൾ ഇവൻ തിരിച്ചു ചോദിക്കണം, പിന്നെ ആ സെൻസുള്ള ആരെങ്കിലും ചിന്തിക്കുമോ ഇനി ഇവിടെ നിന്ന് ചാടാൻ, അതും നിൻ്റെ പ്രസൻസിൽ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ഇവാൻസ്. Okay, I'll tell you who is going to listen in, lady. It's the governor himself. See, he don't trust you in a bloody inch, or nor do I. See, I'll tell you who's going to listen you. Okay, നീ ഇവിടെ ഇരുന്ന് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ആരൊക്കെയാണ് ശ്രദ്ധിക്കാൻ പോകുന്നത്? യെസ്, ഗവർണർ ഉണ്ട്. അതുപോലെ അപ്പോൾ പറയണം, ഗവർണർ ഇഞ്ച് പോലും എന്താ പറയുക 1% പോലും നിന്നെ അവർ ട്രസ്റ്റ് ചെയ്യുന്നില്ല. ഞാനും പറയണം, I will be watching you like a hawk, Evans. So keep your nose clear. He walked towards the door. ഓക്കെ, ഞാൻ നിന്നെ ഒരു ഹോക്ക് പറഞ്ഞാൽ എ ബേർഡ്, ഈ ഒരു എപ്പോഴും ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബേർഡ്. അപ്പോൾ ഒരു ഹോക്കിനെ പോലെ ഞാൻ നിന്നെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, പറയാണ്. ഹി വാക്ക്ഡ് ടുവേർഡ്സ് ദ ഡോർ. ഇത് പറഞ്ഞിട്ട് അവൻ പോയി. ഇവാൻസ് നോഡഡ്. He had already thought of that, and number 2 handkerchief was laying ready on the bunk, a neatly folded square of white linen. Okay, then just one more thing, Einstein. Yeah, what's that? Good luck, old son. Okay, ഒരു good luck ഒക്കെ wish ചെയ്തിട്ട് പോയി. In the little lodge just inside the prison main gates, the Reverend S McLeery signed his name neatly in the visitor's book, and thence walked side by side with a silent prison officer across the exercise yard to D wing. So where he situated the cell is D wing, yes, where he was greeted by Jackson. Okay, then നമ്മുടെ invigilator എത്തിക്കഴിഞ്ഞു, എല്ലാവരും ചേർന്ന് അങ്ങ് പോവാണ്. The wing's heavy outer door was unlocked and locked behind them. The heavy inner door the same, and McLeery was handed to Stephen's keeping. ഓക്കെ, അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറയണേ ഒക്കെ ഹെവി ഡോറാണ്, ബൈ ദ വേ എല്ലാം ലോക്ക്ഡ് ആണ്. ഓക്കെ, ആൻഡ് ദ McLeery വാസ് ഹാൻഡഡ് ഇൻ ടു സ്റ്റീഫൻസ് കീപ്പിംഗ്. ഓക്കെ, അപ്പോൾ ഇവരുടെ സൂപ്പർവിഷനിലായിരിക്കും, സ്റ്റീഫൻ്റെ സൂപ്പർവിഷനിലായിരിക്കും McLeery ഈവൻ. ഗെറ്റ് ദ റേസർ, murmured Jackson. Stephen nodded. Well, keep your eyes skinned. Clear? Stephen nodded again, and McLeery, his feet cleaning up in the iron stairs, following his new guide, and finally stood before a cell door where Stephen opened the peephole and looked through. That him, sir. Evans, facing the door, sat quietly farther off 2 tables, his whole attention riveted to a textbook of elementary German grammar. Stephen took the key from its ring, and the cell lock sprang back with a thundered metallic twang. അങ്ങനെ ഇവർ നമ്മുടെ ഇവാൻ ആണെങ്കിലോ ബുക്കിൽ വളരെ ശ്രദ്ധാപൂർവം ഒരു വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ചർച്ച്മാൻ കെയിം ഇൻ. ഓക്കെ, അവരവിടെ ഇരിക്കാനുള്ള സജ്ജങ്ങളൊക്കെ ഉണ്ടായിരുന്നു. They sat there. Then it was 9:10 a.m. when the governor switched on the receiver. He had instructed Jackson to tell Evans of the temporary little precautions. That was only fair, as if Evans wouldn't spot it. But wasn't it all a bit theatrical? Schoolboyish almost. How on earth was Evans going to try anything on today? If he was so anxious to make another break, why in heaven's name hadn't he tried it from the break? Why in heaven's name hadn't he tried it from the recreational block? Much easier, but he hadn't. And there he was now, sitting in a locked cell, all the prison officers on the alert. 2 more locked doors between his cell and the yard, and a yard with wall as high as a haystack. Yes, Evans was as safe as houses. So here അഗെയിൻ ഈ പ്രിക്വേഷൻസും ഈ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ചോദിക്കുകയാണ്, ഇതൊരു ഒരു സ്കൂൾ ബോയ്ഷ് വളരെ ചൈൽഡിഷായിട്ട് തോന്നുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഓഫ് കോഴ്സ് മേ ബി, ബട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ആക്കാൻ കാരണം? ബിക്കോസ് നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ഈ ഓഫീസേഴ്സ് ആരും ഇനി ഒരു ചാൻസ് എടുക്കാൻ തയ്യാറല്ല. ഇവൻ അത്രയും കണ്ണിങ് ആണ് ഈ ജയിലിൽ ചാടുന്നതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല ഭയമുണ്ട്. ഇവർ വളരെയധികം എന്താ പറയുക വിജിലൻറ്റുമാണ്.
അതുകൊണ്ട് തന്നെയാണ് ഇവന് ലോക്ക്ഡ് സെല്ലിൽ വെച്ചിട്ട് എക്സാം എടുക്കുന്നതും. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഡ്രമാറ്റിക്കൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ബോയ്സ് സ്കൂൾ കയ്യിലെന്ന് ചോദിക്കുകയാണ്. ബട്ട് ഈവൻ ദോ അങ്ങനെയാണെങ്കിൽ പോലും ഇത് അവരത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. കാരണം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ദേ ആർ നോട്ട് റെഡി ടു ടേക്ക് എ ചാൻസ് അഗെയിൻ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇപ്പോഴത്തെ സെക്യൂരിറ്റി സിസ്റ്റം വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ absolutely safe ആണെന്നാണ് പറയുന്നത്. ആര്? ഇവാൻസ്. ദാറ്റ് മീൻസ് ഓൾ ആർ സേഫ്. ഇവാൻസ്, ദർ ഇസ് നോ ചാൻസ് ഫോർ ഇവാൻസ് ടു ഗെറ്റ് out of the cell. So everything is ready here. Now they're going to start the exam. അപ്പം ഇവാൻസും അപ്പോൾ തന്നെ മെക്ലീറി നമ്മുടെ ചർച്ച്മാനും ലോക്ക്ഡ് ആയിട്ടുള്ള സെല്ലിൻ്റെ ഉള്ളിലാണുള്ളത്. എക്സാം എഴുതാൻ പോവുകയാണ്. മറ്റുള്ളവരെല്ലാവരും പുറത്ത് ഇവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾ സെറ്റ്, എവറിത്തിങ് ഇസ് സെറ്റ്. ഇവാൻസ് ഇസ് ഗോയിങ് ടു അറ്റൻഡ് ദ എക്സാം ഇൻ എ ലോക്ക്ഡ് സെൽ വിത്ത് ദ ഇൻവിജിലേറ്റർ മെക്ലീറി. ഓക്കെ, മെക്ലീറി വാസ് a churchman. Everything is ready with them, all set. Now let's get started the exam. So next part we're going to start the exam of events. Let's see what's this guy going to do there. So until this you have to read well, very well, then realize what's the story and what is the scenario. Okay, so see you guys on next part. Stay tuned. Bye bye.